മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫിൽ സ്ക്രീൻ ആക്കി മാറ്റുക. ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 4.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ഡിഫാൾട്ട് ട്രാൻസിഷൻ ഡ്യൂറേഷൻ 1.5 സെക്കൻഡായും സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സുകൾക്കും എഫക്റ്റുകൾക്കും വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും ക്രോസ് ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ആരോ ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ബാക്ക് ബട്ടൺ കൊടുക്കുക. സ്റ്റിക്കേഴ്സിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും മോഡേൺ ഓർ സിമ്പിൾ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും അബ്സ്ട്രാക്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഗ്രാഫിക്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ഫ്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും അബ്സ്ട്രാക്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 8 ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ ഗ്രാഫിക്സ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ അബ്സ്ട്രാക്ട് സ്റ്റൈലിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള ഗ്രാഫിക്സുകൾ നൽകുക. ഒരുപക്ഷെ നിങ്ങളുടെ ഇമേജ് ഫ്രെയിമിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ബാക്ക് ബട്ടൺ കൊടുക്കുക. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് പൊസിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ നിന്നും ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇമേജ് അഡ്ജസ്റ്റഡ് ആയെങ്കിൽ ഈ ഈക്വൽ സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ആരോ ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 8 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ആരോ ട്രാൻസിഷനിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ മൊത്തം ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഓഡിയോ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകളുടെ എൻഡിങ്ങിന് സമമായി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.